ഒന്ന് ചരിത്രമൊന്ന് പരിശോധിക്കാം. ഹൈന്ദവ സമൂഹം ധൈര്യശാലികൾ തന്നെയായിരുന്നു. ഒരു ഉദാഹരണം പറയാം. മൂന്നാം പാനിപ്പട്ട് യുദ്ധം, മറാഠകളും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിൽ നടന്ന മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുമ്പോൾ അഹമ്മദ് ഷാ അബ്ദാലിയുടെ വമ്പൻ സൈന്യത്തെ നേരിടുവാൻ വളരെ അലസ മനോഭാവത്തോടു കൂടിയാണ് മറാഠകൾ നീങ്ങിയത്. അവർക്ക് അഹമ്മദ് ഷാ അബ്ദാലി ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം മുൻപ് പലതവണയും അഹമ്മദ് ഷാ അബ്ദാലിയെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അഹമ്മദ് ഷാ അബ്ദാലി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ മറാഠകളുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് അയാൾ മുതിർന്നിരുന്നില്ല. കാരണം മറാഠകളുടെ ശക്തി അത്ര വലുതായിരുന്നു. മറാഠകൾക്ക് സ്വന്തം ശക്തിയിൽ അത്രത്തോളം വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാഠകൾ പരാജയപ്പെട്ടു. എന്തുകൊണ്ട്? ഒന്ന്, ഇവരുടെ ഈ ഒരു അമിത ആത്മവിശ്വാസം. അത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാരതത്തിൽ മറാഠകൾ മാത്രമല്ല, രജപുത്രരുണ്ട്, സിഖ് സമുദായക്കാരുണ്ട്. ഇവരുടെ എല്ലാം വ്യക്തിപരമായൊരു സമുദായങ്ങളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവിടെ വ്യക്തിപരമായ നേതാക്കൾ വളരെ ശക്തരും പ്രഗത്ഭരായ യുദ്ധവീരന്മാരും ഒക്കെയായിരുന്നു. പക്ഷേ ഇവരൊന്നും തമ്മിലൊരു യോജിപ്പില്ലായിരുന്നു. അതുതന്നെയാണ് ഇന്നും ആധുനിക കാലത്തും ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരവസ്ഥ. പാനിപ്പട്ട് യുദ്ധത്തിലേക്ക് തിരിച്ചു പോയാൽ രജപുത്രന്മാരൊരിക്കലും മറാഠകളെ സഹായിക്കാൻ വന്നില്ല. അവസാന നിമിഷത്തിൽ സിഖുകാർക്ക് മറാഠകളെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവർക്ക് അവിടെ പാനിപ്പട്ടിൽ എത്തിച്ചേരുവാനുള്ള സകല മാർഗങ്ങളും അടയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ മറുവശത്ത് ദൗളമാരുണ്ടായിരുന്നു. ദൗളമാർ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരികളായിരുന്നു ആ സമയത്ത്. ദൗളമാർക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഹമ്മദ് ഷാ അബ്ദാലിയുടെ മുൻ ഭാരത ആക്രമണങ്ങൾക്കിടയിൽ അവർക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അവരും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലൊരു ശത്രുത നിലനിൽക്കുകയും ചെയ്തിരുന്ന അവസരമായിരുന്നു ഈ പാനിപ്പട്ട് യുദ്ധത്തിന് മുമ്പുള്ള കാലം. എന്നാൽ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ രംഗമൊരുങ്ങിയ വേളയിൽ മറാഠകളുടെ ഒപ്പം മറാഠകൾ ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ തെളിവായി, അതായത് അന്ന് അവർ മതേതരത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, എന്നാൽ ഞങ്ങളുടെ മഹത്വത്തിൻ്റെ തെളിവായി അവരുടെ ഒപ്പം നിർത്തിയിരുന്ന നജീബ് എന്ന വ്യക്തി കൂറുമാറുകയും മറാഠകളെ ചതിക്കുകയും അബ്ദാലിക്ക് വേണ്ടി ദൗളമാരെ ചെന്ന് കണ്ട് ഒരേ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ അബ്ദാലിയോടൊപ്പം നിൽക്കണം. അതെന്തായിരുന്നു? മതത്തിൻ്റെ പേരിൽ അബ്ദാലിയോടൊപ്പം നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ഷുജാ ദൗളയെ, അദ്ദേഹത്തിൻ്റെ സൈന്യവും, ഷുജാ ദൗളയാണെന്ന് തോന്നുന്നു, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്ന പേരാണ്, അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഷുജാഉദ് ദൗളയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, സബ്ജക്റ്റ് ടു കറക്ഷൻ. എന്നാൽ അന്നത്തെ ദൗളമാരുടെ തലവൻ അബ്ദാലിയോടൊപ്പം ചേർന്ന് മറാഠകൾക്കെതിരെ പൊരുതുകയും ചെയ്തു. അവരെ ഏകോപിപ്പിച്ചൊരു വികാരം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മതം.